യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക് തോറ്റപ്പോൾ ഫ്രഞ്ച് ക്ലബ് PSG ജയം. ഇറ്റാലിയൻ ക്ലബ് ലാസിയോയാണ് ബയേണിനെ പരാജയപ്പെടുത്തിയത്. ലാസിയോയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒറ്റ ഗോളിനാണ് ലാസിയോ ബയേണിനെ പൊട്ടിച്ചത്. സിറോ ഇമ്മോബിയിലാണ് ലാസിയോയുടെ വിജയ ഗോൾ നേടിയത്. ഗോൾ രഹിതമായിരുന്നു ആദ്യ പകുതി. അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഫിനിഷിംഗിൽ ബയേണിന് പിഴച്ചു. രണ്ടാം പകുതിയിൽ 67-ാം മിനിറ്റിൽ ബോക്സിനകത്ത് ഇസാക്സെനിനെ ഫൗൾ ചെയ്തതിന് ബയേൺ ഡിഫൻഡർ ഉപ്മാക്കാനോയ്ക്ക് ചുവപ്പ് കാർഡും ലാസിയോയ്ക്ക് പെനാൽറ്റിയും ലഭിച്ചു. പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ഇമ്മൊബിൽ ലാസിയോയുടെ വിജയം ഉറപ്പാക്കി. 10 പേരായി ചുരുങ്ങിയ ബയേണിന് പിന്നീട് അങ്ങോട്ട് കാര്യമായ വെല്ലുവിളി ഉയർത്താനായില്ല. മത്സരത്തിൻ്റെ 61% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ച ബയേൺ 17ഓളം ഷോട്ടുകൾ തൊടുത്തതിൽ ഒന്നുപോലും ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നില്ല. ലാസിയോയുടെ 11 ഷോട്ടുകളിൽ 4 എണ്ണം ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നു. ഇതോടെ 13 വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിൽ ബയേണിനെ തോൽപ്പിക്കുന്ന ആദ്യ ഇറ്റാലിയൻ ടീമും 12 വർഷങ്ങൾക്ക് ശേഷം അവസാന 16-ന്റെ ആദ്യ പാദത്തിൽ ബയേണിനെ തോൽപ്പിക്കുന്ന ആദ്യ ടീമുമായി ലാസിയോ മാറി. മാർച്ച് 6-ന് അലൈൻസ് അരീനയിലാണ് രണ്ടാം പാദ മത്സരം. മറ്റൊരു പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സ്പാനിഷ് ക്ലബ് റയൽ സൊസൈഡാഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രഞ്ച് വമ്പന്മാരായ PSG പരാജയപ്പെടുത്തിയത്. പാർക്ക് ഡെസ് പ്രിൻസസിൽ നടന്ന മത്സരത്തിൽ രണ്ടാം പകുതിയിലായിരുന്നു ഗോളുകളെല്ലാം പിറന്നത്. 58-ാം മിനിറ്റിൽ ഒരു കോർണറിൽ നിന്ന് സൂപ്പർ താരം കിലിയൻ എംബാപ്പയാണ് PSG ആദ്യ ഗോൾ നേടിയത്. പിന്നാലെ 70-ാം മിനിറ്റിൽ ബാർക്കോള കൂടി ലക്ഷ്യം കണ്ടതോടെ PSG വിജയം ഉറപ്പിച്ചു. മത്സരത്തിൽ ഭൂരിഭാഗം സമയവും പന്ത് കൈവശം വെച്ച് കളിച്ച PSG 14ഓളം ഷോട്ടുകൾ തൊടുത്തതിൽ 6 എണ്ണം ടാർഗറ്റിലുണ്ടായിരുന്നപ്പോൾ റയൽ സൊസൈഡാഡിൻ്റെ 9 ഷോട്ടുകളിൽ ഒന്നുപോലും ടാർഗറ്റിലുണ്ടായിരുന്നില്ല. മാർച്ച് 6-നാണ് രണ്ടാം പാദ മത്സരം നടക്കുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.